അപ്പോഴേ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഉണ്ണിക്കുട്ട ഫലിതങ്ങൾ എന്ന് പറയും. ഒരു സംഘഫലിതം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഫലിതങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. കുറേ ചിരിക്കാനുണ്ട് കേട്ടോ, റെഡി ആയിട്ടിരുന്നോ. ഇസ്രായേലെ ഞങ്ങൾക്ക് ഗുണമുണ്ട്. ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഞങ്ങൾ അടുത്തുണ്ട്. ഇസ്രായേൽ ഞങ്ങൾക്ക് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഖുറാൻ മാത്രം വായിച്ചിട്ട് 5 നേരം നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ടെക്നോളജി ഉണ്ടോ? എന്തുണ്ടേ ഉള്ളത്? എന്തുണ്ട് ഞങ്ങളുടെ അടുത്തുള്ളത്? നിസ്കാരത്തായമ്പ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഗുണമല്ല. നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുക. അതില്ലല്ലോ. ടെക്നോളജി ആണോ അല്ലേ? അതെ, ടെക്നോളജി നമുക്ക് കിട്ടുന്നില്ല. അറബ്സിൻ്റെ അല്ലേ ഈ മറ്റേ നിസ്കാര തഴമ്പും പള്ളിയിൽ 5 നേരത്തെ നിസ്കാരവും എന്ത് കാര്യത്തിന്? എൻ്റെ ഉണ്ണിക്കുട്ട, നമ്മൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയല്ലേ. നമ്മൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നമ്മൾ എങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ഗോമാത പശുമ്പട്ട അപ്പി കൊടുക്കുമ്പം ഇസ്രായേൽ നമുക്ക് ടെക്നോളജി തരും അല്ലേ. ടെക്നോളജി മാത്രമല്ല, നമുക്ക് ടാങ്ക് തരും, ജെറ്റ് തരും, നമുക്ക് യുദ്ധം ചെയ്യാനുള്ള തോക്ക് തരും, ഒക്കെ തരും. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ഗോമാതാവിൻ്റെ അപ്പി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഗോമാതാവിൻ്റെ ചൂച്ചു ചീച്ചി മൂത്രം അല്ലേ അത് കൊടുക്കും. ഇത് കൊടുത്താൽ നമുക്ക് കിട്ടുമോ ടെക്നോളജി അല്ലേ? എൻ്റെ മുന്നുണ്ണിക്കുട്ട, ഈ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊണ്ടും മെച്ചമില്ല, ഒരു ഗുണവുമില്ല, വിവരമില്ല, ഒന്നുമില്ല. കുറെ അന്ധഭക്തം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ടെക്നോളജി എന്നും പറഞ്ഞ് നടക്കുന്ന എൻ്റെ ഉണ്ണിക്കുട്ടൻ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഈ ടെക്നോളജി ഇങ്ങോട്ട് വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ ചാണകം കൊടുത്തുകൊണ്ട് കാര്യമില്ല, പൈസ കൊടുക്കണം. ഈ പൈസ എവിടെ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ GDP, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ സർവീസ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പൈസ. പൈസ എന്ന് പറഞ്ഞാൽ എന്താ? കാസ്, പണം, ദുട്ട്, മണി. ഈ സാധനം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ നമുക്ക് ടെക്നോളജി ഇങ്ങോട്ട് തരുള്ളൂ. ഈ ടെക്നോളജി കിട്ടണമെങ്കിൽ പൈസ കൊടുത്താൽ മതി, അല്ലാണ്ട് പശുവിൻ്റെ അപ്പി കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ പൈസ എവിടുന്നാണ് വരുന്നത്? ആദ്യം നമ്മുടെ ഉണ്ണിക്കുട്ടനെ അറിയണം. ടെക്നോളജി ഇസ്രായേലിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കൊരു യുദ്ധം വരുമ്പോഴോ, ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വേറെ രാജ്യം വരുമ്പോഴോ, ഇന്ത്യ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന പോലെയാണ്, അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ അടിക്കും എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ 5 നേരം നിസ്കരിക്കണ്ടേ, അള്ളാന്ന് പറഞ്ഞ് കറിയണ്ടേ, ഖുറാൻ വായിക്കണ്ടേ, നിസ്കാരത്തായ്മ എന്ന് പറഞ്ഞവരെ ഞങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത്? എന്താ കൊണ്ട് ഗുണം? ഈ രാജ്യത്തിന് എന്ത് ഗുണമുള്ളത്? നിങ്ങൾക്ക് ഈ പൂങ്കണ്ണീര് വരുമ്പോൾ നിങ്ങളെ കൂടെയൊക്കെ ഞങ്ങളും പൂങ്കണ്ണീര് വരുത്തണം എന്ന് പറയണത് എന്ത് തരം ലോജിക്കാണ്? അത് ഫാസിസമാണ്. നിങ്ങളെ മാത്രം വേണ്ടി കരഞ്ഞോ? ഈ പൈസ എല്ലാം കൂടെ അങ്ങോട്ട് വെറുതെ വരികയാണോ? അല്ല, നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷനും നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സർവീസസും കിട്ടും അല്ലേ. പിന്നെ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ, നിൻ്റെയൊക്കെ തന്തയുടെ അല്ലെങ്കിൽ പോട്ടെ അങ്ങനെ നമ്മൾ പറയേണ്ട, നിങ്ങളുടെയൊക്കെ പശുമ്പൻ്റെ രാജ്യത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയേ? 100-300 മില്യണേ ഉള്ളൂ. നമ്മൾ ഒന്നും വേണ്ട, ഈ 100-300 അങ്ങോട്ട് മാറ്റി നിർത്തി നമ്മൾ കേരളം മാത്രം അങ്ങോട്ട് എടുത്തോ. കേരളം മാത്രം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഗൾഫിലും GCCയിലും അവിടെയും ഇവിടെയും പോയിട്ട് മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സംഘികളും കൃസംഘികളും മുസംഘികളും ഇവന്മാരൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അറബ് കൺട്രീസ്. അവിടെ പോയിട്ട് നല്ല സുഖകരമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എല്ലാം കൂടെ എങ്ങോട്ട് അയച്ച് ഇവിടെ സ്ഥലം വാങ്ങും, ഇവിടെ പീഡിയം വാങ്ങും, ഇവിടെ അതും വാങ്ങും, ഇവിടെ വാങ്ങും. ഇവിടെയൊക്കെ സകല സംഖ്യൻ്റെ കണ്ണാക്കിലോട്ട് ചോറ് ഞം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന നമ്മുടെ ഒരു വലിയ GDPൻ്റെ ഭാഗമാണ് നമ്മുടെ GCC ഗൾഫ് കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പൈസ. അത് മാത്രമല്ല, നമ്മളെ ഗൾഫ് കൺട്രികളായിട്ടുള്ള ഖത്തർ, സൗദി, ദുബായ്, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഇവരൊക്കെ നമ്മുടെ നാട്ടിലോട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇസ്രായേൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 100 മടങ്ങിലാണ് ഈ പറഞ്ഞ കൺട്രീസൊക്കെ നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം അടുത്ത ഒരു 3-4 മാസം മുമ്പ് ഖത്തറിൻ്റെ അമീർ ഇവിടെ വന്നൊരു $10 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഈ ടെക്നോളജി എനിക്ക് തോക്ക് തന്നിട്ടുണ്ട്, എനിക്ക് അതല്ല ടെക്നോളജി, അതല്ല ഇന്ത്യ. രാവിലെ നീയൊക്കെ എണീറ്റിട്ട് ഇസ്രായേലിൽ നിന്ന് ടെക്നോളജി തിന്നിട്ടല്ല എൻ്റെ പൊന്ന് പൊട്ട നീയൊക്കെ തൂറുന്നത്, ഞം തിന്നിട്ടാ. ഈ ഞം തിന്നാൻ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷനും സർവീസസിനും പുറമെ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഈ പറഞ്ഞ നിസ്കാരത്തായ്മ്പുള്ളേ, അല്ലെങ്കിൽ നിസ്കാരത്തായ്മ്പ് 5 നേരം ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന മുസ്ലിങ്ങളും കൂടെ കൂടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മളെ കേരളം എല്ലാത്തിലും അങ്ങോട്ട് നമ്പർ 1 ആയത് ഈ പറഞ്ഞ പൈസയും നമ്മുടെ വിദേശ നാണ്യം, വിദേശ വിനിമയം ഒക്കെ ഉള്ളത് കൊണ്ടാണ്.
വിഡ്ഢിത്തരം പറഞ്ഞോ, പച്ച സംഖ്യകളെ പറ്റിച്ചോ, ചെറ്റക്കുടിയിൽ ഇരുന്നിട്ട് എന്ത് വേണമെങ്കിലും ഇതൊക്കെ പറഞ്ഞോ. പക്ഷേ സത്യാവസ്ഥ അറിയുന്ന കുറേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലില്ലേ ഉണ്ണിക്കുട്ട, ഇല്ലേ? പിന്നെ ഇജി പറഞ്ഞ എന്താ ഇസ്രായേലിൻ്റെ മാത്രം ടെക്നോളജി കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെന്ന് പറയുന്നത് റഷ്യനെയാണ്. റഷ്യൻ ടെക്നോളജിയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ട് നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് റഫേലും അതുപോലെ തന്നെ US കയ്യിൽ നിന്ന് ചില എന്താ പറയുക നമ്മുടെ കുറച്ച് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇസ്രായേൽ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ മുമ്പ് ഈ പലസ്തീനും ഈ പറഞ്ഞ GCC മുസ്ലിം ഈ പറഞ്ഞ തയമ്പുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായിരുന്നു. ഈ GCC കൺട്രീസുമായിട്ട് ഇപ്പോഴും നമ്മൾ നല്ല ബന്ധത്തിൽ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അതിൽ പലസ്തീനിൽ കുറച്ച് ഡൗൺ ആയാലും പലസ്തീന ഈ ഒരു അവസ്ഥയിൽ വന്നപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും ടെക്നോളജി അങ്ങോട്ട് മൂത്ത് നമ്മുടെ ഉണ്ണിക്കുട്ടന് ഒരു ഐഡിയ ഇല്ല. ഹിസ്റ്ററി എന്താണെന്നോ നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ ഡെപ്പോസിറ്റ്സ് എന്താണോ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണോ, നമുക്ക് പൈസ എവിടെ നിന്ന് വരുന്നതെന്നോ ഒന്നും അറിയില്ല. അതൊന്നും ഉണ്ണിക്കുട്ടൻ അറിയില്ല. ഉണ്ണിക്കുട്ടൻ അങ്ങ് തള്ളുകയാണ്. ഉണ്ണിക്കുട്ടൻ അപ്പുറത്തൊരു മുസ്ലിം എന്നുള്ള പേരും ഈ പറഞ്ഞ തയമ്പുള്ളതിൻ്റെ പേരും നിസ്കരിക്കുന്നതിൻ്റെ പേരും ഒക്കെ കണ്ടപ്പം ഉണ്ണിക്കുട്ടൻ്റെ അങ്ങോട്ട് എന്താ പറയുക നെടുവരൻ്റെ മേലെ വരെ അങ്ങോട്ടൊരു ഇളക്കളങ്ങിപ്പം ഉണ്ണിക്കുട്ടൻ പിന്നെ ടെക്നോളജിയായിട്ട് കണ്ടു തുടങ്ങി. വേറെ ഒന്നും ഉണ്ണിക്കുട്ടൻ കണ്ടില്ല. എൻ്റെ ഉണ്ണിക്കുട്ട കുറച്ചൊക്കെ ഒരു ബോധമാവാം. നീ ചാണം തിന്നോ, നീ തൂറിക്കോ, നിൻ്റെ ഇഷ്ടം. പക്ഷെ തലയിൽ കുറച്ചൊക്കെ ഒരു തലച്ചോറ് വെച്ചിട്ട് ചിന്തിക്ക്, സംസാരിക്കുക. ഈ പറഞ്ഞ നമ്മുടെ സവർക്കറെ കാണുമ്പോൾ തന്നെയൊക്കെ ഈ മറ്റവനെ കാണുമ്പോൾ കൊതം മറക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷൂ കാണുമ്പോൾ ഞാൻ നക്കും എന്ന് പറഞ്ഞ പോലെ അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ബേസും നമ്മുടെ നീയൊക്കെ കേരളത്തെ കുത്തിയിരുന്നിട്ട് നല്ല നല്ല പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്ത് ഓടുമ്പം ഈ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയത് കേരളത്തിനെ സാക്ഷരത മാത്രമല്ല പല കാര്യത്തിലും അങ്ങോട്ട് മേലോട്ട് കൊണ്ടുവന്ന് പൈസ ഇറക്കിയുണ്ട്. പൈസ ഈ പൈസ കാക്കാന്മാർ കൊണ്ടുവന്നുകൊണ്ടാണ് ഒരു വലിയ 23-25% GDP കേരളത്തിലെ GDPൻ്റെ പെർസെൻറ്റേജ് GCC കൺട്രീസിലെ പൈസയാണ്. പിന്നെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലെ പൈസ ഇങ്ങോട്ട് വന്നത്. ആ പൈസ ഇസ്രായേൽ അതിൻ്റെ അണ്ണാക്കിലോട്ട് തള്ളി തരുന്നതല്ല. ഈ പൈസ ഒക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഞെളിഞ്ഞിങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ ജനിച്ച പോലെ തന്നെ മരിച്ചേനെ. ഇവിടെ ഒരു ചെറ്റക്കുടിലിൽ ജീവിച്ച് സംഖ്യകളെ പോലെ അവിടെ കിടന്നിട്ട് കുറേ ഭക്തി മൂത്ത് കുറേ ജയ് വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് ചത്തു പോകേണ്ടതായിരുന്നു. വേറെ ഒരു മെച്ചം ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു ജീവിത നിലവാരം എടുത്ത് നോക്ക്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും എല്ലാവരും നല്ലപോലെ ജീവിക്കുന്നുണ്ട്. പക്ഷെ സംഖ്യ അങ്ങനല്ല. നമ്മുടെ RSSൻ്റെ കുണ്ടന്മാരില്ലേ, ശാഖയിൽ കുത്താൻ പോകുന്ന കുണ്ടന്മാർ, ഇവന്മാർ ഏത് കാലത്തും പട്ടിണിയും പരിവട്ടമൊക്കെ തന്നെയാണ്. പച്ചക്ക് പറയാലോ, ഒന്നും വിചാരിക്കരുത്. സംഖ്യ കേട്ടോ, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനല്ല, സംഖ്യ നമ്മുടെ RSS കുണ്ട സംഖ്യീസ്. ഇവന്മാർ പട്ടിണിയും പരിവട്ടമൊക്കെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഐറ്റംസാണ്. പിന്നെ ഇടയ്ക്ക് ഭക്തി മുക്കുമ്പം ഇതുപോലെ വന്ന് ടെക്നോളജീൻ്റെ സംസാരവും വേറെ പല സംസാരങ്ങളും സംസാരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് 5 പൈസൻ്റെ വിവരം ഈ പറഞ്ഞ ടീംസിനില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടല്ല ടെക്നോളജി ഉണ്ടാക്കിയത്, ബേസ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പല രാജ്യങ്ങളുമായിട്ട് പല നയതന്ത്ര ബന്ധങ്ങളും കൊണ്ടുവന്ന് അവിടേക്കൊക്കെ നമ്മുടെ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റും പൈസയും അതും ഇതും കുത്തിക്കയറ്റിയിട്ട് തന്നെയും നമ്മളിങ്ങോട്ട് വന്നത്. അല്ലാണ്ട് നമ്മുടെ 56 ഇഞ്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണ്ടായതല്ല നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഇന്ത്യ ഉണ്ടായത് വേറെ പലതും കൊണ്ടാണ്. ഇന്ത്യ ഇപ്പം കുട്ടിച്ചോറാക്കിയിട്ട് മുക്കിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ 56 ഇഞ്ചും നിന്നെ പോലത്തെ പരംവാൺ സംഗീസുമാണ്. അതിൽ നിനക്കൊരു സംശയമില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഈ ടെക്നോളജി ഒന്നും വെറുതെ ഇങ്ങോട്ട് വിളമ്പാണ്ടിരിക്കേണ്ട പൊന്നു പൊട്ടാ, പ്ലീസ്.